നമസ്കാരം. 500 കോടി രൂപയോളം ആസ്തിയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ ബാങ്കുകളിലൊന്നായ ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൽ കോൺഗ്രസ് വിമതരും CPM-ഉം ചേർന്ന് പിടിച്ചെടുത്തത് നിയമയുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനുള്ള നിയമപോരാട്ടം KPCC ലീഗൽ സെൽ ഏറ്റെടുത്തു. KPCC നേതൃത്വം നേരിട്ടാണ് കേസ് നടത്തുക. അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഹർജി നൽകും. അതിനിടെ ചേവായൂർ ബാങ്കിൽ നിന്നും കോടികളുടെ നിക്ഷേപമാണ് പിൻവലിക്കപ്പെടുന്നത്. കോവൂർ ശാഖയിൽ നിന്നും 1 കോടിയോളം രൂപയുടെ നിക്ഷേപം പിൻവലിച്ചതായാണ് വിവരം. പാറപ്പടി ശാഖയിൽ നിന്നും 10 ലക്ഷത്തോളം രൂപയും ചൊവ്വാഴ്ച പിൻവലിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി തങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കോൺഗ്രസ് നിക്ഷേപം പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് ബാങ്ക് ചെയർമാൻ GC പ്രശാന്ത് കുമാർ പറഞ്ഞു. മറ്റൊരു സഹകരണ ബാങ്ക് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ തങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. വിഷയം നിയമപരമായി നേടുമെന്നാണ് കോൺഗ്രസിന്റെ ഭാഷ്യം. 100 കോടിയുടെ ആസ്തിയും 504 കോടി നിക്ഷേപവുമുള്ള കോഴിക്കോട് ജില്ലയിലെ ആദ്യ സൂപ്പർ ക്ലാസ് ബാങ്കായ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസ് വിമതരും CPM-ഉം ചേർന്ന് പിടിച്ചെടുത്തത് കോൺഗ്രസിനെ ഞെട്ടിച്ചിരുന്നു. കല്ലേറും സംഘർഷവും ഉണ്ടാക്കി വോട്ടർമാരെ വിരട്ടി ഓടിച്ചും ക്രമക്കേട് നടത്തിയുമാണ് ബാങ്ക് പിടിച്ചെടുത്തതെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ ആരോപിച്ചിരുന്നു. ഇതിന്റെ പേരിൽ ഞായറാഴ്ച കോഴിക്കോട് ജില്ലയിൽ ഹർത്താലും നടന്നു. CPM-നാവട്ടെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ലോട്ടറിയാണ് ഈ നേട്ടം. പക്ഷേ ബാങ്ക് കയ്യിൽ നിന്നും പോയതോടെ UDF പ്രവർത്തകർ ഭരണസമിതിക്ക് 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ്. UDF അനുകൂല നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിക്കാൻ എത്തിയതാണ് ബാങ്കിന് തിരിച്ചടിയായത്. ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും സമാന രീതിയിൽ പണം പിൻവലിക്കണമെന്ന ആവശ്യവുമായി നിക്ഷേപകർ കൂട്ടത്തോടെ എത്തുകയാണ്. 61 വർഷമായി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണ് കോൺഗ്രസ് വിമതരും CPM-ഉം ചേർന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിൽ CPM പിന്തുണയോടെ മത്സരിച്ച കോൺഗ്രസ് വിമതരാണ് ബാങ്ക് ഭരണം പിടിച്ചെടുത്തത്. GC പ്രശാന്ത് കുമാർ ചെയർമാനായി തുടരും. 11 സീറ്റിലേക്കായി നടന്ന മത്സരത്തിൽ വിജയിച്ചവരിൽ 7 പേർ കോൺഗ്രസ് വിമതരും 4 പേർ CPM പ്രവർത്തകരുമാണ്. എന്നാൽ വ്യാപകമായ കള്ളവോട്ടും കൃത്രിമവും നടത്തിയാണ് ബാങ്ക് പിടിച്ചെടുത്തതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ശനിയാഴ്ച വലിയ സംഘർഷമാണ് പോളിംഗ് കേന്ദ്രമായ പറയഞ്ചേരി സ്കൂളിന് മുന്നിൽ നടന്നത്. വോട്ടെടുപ്പിനിടെ വോട്ടർമാരെ എത്തിക്കുന്ന വാഹനത്തിന് നേരെ കല്ലേറുണ്ടായിരുന്നു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടന്നത്. MK രാഘവൻ MP-ക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. 8 ബ്രാഞ്ചും 3 സൂപ്പർ മാർക്കറ്റും 3 നീതി മെഡിക്കൽ സ്റ്റോറുകളും സഞ്ചരിക്കുന്ന ATM കോ ബാങ്കിംഗ് സംവിധാനവുമുള്ള ബാങ്കിന് തൊണ്ടയാട് 65 സെന്റ് സ്ഥലവും പാറോപ്പടിയിലും കോവൂരിലും സ്വന്തമായി ഭൂമിയും കെട്ടിടവുമുണ്ട്. ചേവായൂർ, നെല്ലിക്കോട്, കോവൂർ, കോട്ടൂളി, പറയഞ്ചേരി എന്നീ 5 സ്ഥലങ്ങളിലാണ് ബാങ്കിന് കീഴിലുള്ള ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത്. 36,000-ലധികം A ക്ലാസ് മെമ്പറുള്ള ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ 8,500 മെമ്പർമാരാണ് വോട്ട് ചെയ്തത്. അതേസമയം ജനാധിപത്യ വിരുദ്ധമായ തെരഞ്ഞെടുപ്പാണെന്നും ഫലം അംഗീകരിക്കില്ലെന്നും കോൺഗ്രസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പറഞ്ഞത്. എന്നാൽ പാർട്ടി ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമെടുത്തിട്ടില്ല എന്നതും പത്രമാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാർട്ടിയുടെ ആഹ്വാനമില്ലാതെയാണ് നിരവധി നിക്ഷേപകർ പണം പിൻവലിക്കാൻ എത്തിയതെന്നാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നിക്ഷേപം കൂടുതൽ പിൻവലിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാനിരിക്കുകയാണ് KPCC നേതൃത്വം.